ചരിത്രപ്രസിദ്ധമായ തുരുത്തൂർ സീനായ് മൗണ്ട് തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ തോമാസ് ലീഹായുടെ കൊമ്പ്രേരിയ തിരുനാൾ നേർച്ച സദ്യയോടെ ആഘോഷിച്ചു. ആർച്ച് ബിഷപ്പ് എമിരേറ്റസ് ഡോക്ടർ ഫ്രാൻസിസ് കല്ലറയ്ക്കലിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ആഘോഷമായ പൊന്തിഫിക്കൽ ദിവ്യബലി അർപ്പിച്ചു. ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ വസിക്കുന്നവർക്കും ഒക്കെ നമ്മുടെ വിശ്വാസം കൂടുതൽ ആഴപ്പെടുന്നതിന് വേണ്ടി ദൈവം നമുക്ക് നൽകിയിട്ടുള്ള അവസരമാണ് വിശുദ്ധ തോമാസ് ലീഹായുടെ പ്രത്യേകമായ മാധ്യസ്ഥ സഹായം. തോമാസ് ലീഹായുടെ തിരുനാൾ ആഘോഷിക്കപ്പെടുമ്പോൾ ഈ പ്രദേശം മുഴുവനും ഒരു ഉത്സവ പ്രതീതിയിലാണ്. കാരണം ആ വിധത്തിലാണ് ഇവിടേക്ക് വരുന്ന വിശ്വാസികൾ ജ്വലിക്കുന്ന വിശ്വാസവുമായി ബന്ധപ്പെട്ട് വരുന്നവരാണ്. അങ്ങനെയുള്ള വിശ്വാസത്തിൻ്റെ ഉടമകളായി നാം ഓരോരുത്തരും മാറണം. അതാണ് വിശുദ്ധ തോമസ് അപ്പോസ്തലൻ്റെ നമ്മുടെ മധ്യസ്ഥ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നാം സ്വന്തമാക്കേണ്ടത്. കോട്ടപ്പുറം ഫൊറോന വികാരി ഫാദർ ജോസഫ് ഒളാട്ടുപുറം സഹകാർമ്മികനായിരുന്നു. കോട്ടപ്പുറം രൂപത ഫാമിലി അപ്പസ്തോലേറ്റ് ഡയറക്ടർ ഫാദർ നിമേഷ് കാട്ടാശ്ശേരി വചനപ്രഘോഷണം നടത്തി. ഞാൻ ആത്മാർത്ഥമായിട്ട് തിരുനാളിലൂടെ നോക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലൂടെ ഒരു നോട്ടം നോക്കാനായിട്ട് ഞാൻ 3 നോട്ടങ്ങളിലൂടെ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ലുക്ക് ഇൻ, ഉള്ളിലേക്ക് ഒരു നോട്ടം നോക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ യെശയ്യാ ദേവാലയത്തിൽ ദൈവം ആരൂഢനായിട്ട് കടന്നു വരുമ്പോൾ യെശയ്യാ ഉള്ളിലേക്ക് ഒരു നോട്ടം നോക്കുന്നുണ്ട്. യെശയ്യാ പറയുകയാണ്, ദൈവമേ ഞാൻ പാപിയാണ്, ദൈവമേ ഞാൻ പാപിയാണ്, അശുദ്ധമായ നാവുള്ളവരുടെ ഇടയിൽ വസിക്കുന്നവനും അശുദ്ധമായ നാവുള്ളവനുമാണ് ഞാൻ. ദൈവമേ എന്നോട് ക്ഷമിക്കണമേ, എന്നോട് പൊറുക്കണമേ. വൈകിട്ട് 4 മുതൽ തുടർച്ചയായി ദിവ്യബലിയും രാത്രി ഗാനമേളയും നടക്കും. വികാരി ഫാദർ ടോമി സാമ്പിക്കൽ, കൈക്കാരന്മാരായ ജോബി കുര്യാപ്പള്ളി, അലോഷ്യസ് പടമാട്ടുമേൽ, കേന്ദ്ര സമിതി പ്രസിഡന്റ് സേവ്യർ കല്ലറയ്ക്കൽ, തിരുനാൾ കൺവീനർ ജെയ്സൺ കാച്ചപ്പള്ളി, കൺവീനർമാരായ സിസ്റ്റർ ലിലിയൻ, ജോസഫ് മാളിയേക്കൽ, ഫിലിപ്പ് പൊള്ളയിൽ, ആൻസ്ലി തോമസ് എന്നിവർ തിരുനാളിന് നേതൃത്വം നൽകി. CJ ജോയ്, സിറ്റി വോയ്സ് ന്യൂസ് ബ്യൂറോ, നോർത്ത് പറവൂർ.